വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ഒരു എക്സാം ഓറിയൻറ്റഡ് സെക്ഷനിലാണ്. ഇവിടെ നോക്കൂ, നമ്മുടെ പേഴ്സണൽ സെല്ലിങ്ങിൽ നമുക്ക് 4 ബ്ലോക്കുകളാണുള്ളത്. അതിലെ ബ്ലോക്ക് 1ൽ ഇൻട്രൊഡക്ഷൻ ടു പേഴ്സണൽ സെല്ലിംഗ് ഫസ്റ്റ് ചാപ്റ്റർ, അതായത് എന്താണ് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റ് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ നോക്കൂ, ഇൻട്രൊഡക്ഷൻ ടു പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്. അതിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്, നേച്ചർ ഉണ്ട്, ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്, അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ. അതേപോലെ തന്നെ സെയിൽസ്മാൻഷിപ്പ്, എന്താണ് സെയിൽസ്മാൻഷിപ്പ്, അതേപോലെ തന്നെ സെയിൽസ് മാനേജ്മെന്റ് എങ്ങനെയൊക്കെയാണ്, സെയിൽസ് ഫോഴ്സ് മാനേജ്മെന്റ് എങ്ങനെയൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന അടങ്ങിയിട്ടുള്ള ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 1. അതേപോലെ തന്നെ രണ്ടാമത്തെ നോക്കൂ, ബ്ലോക്ക് 2, ബൈയിങ് മോട്ടീവ്സ് ആൻഡ് സെയിൽസ് ഫോഴ്സ് മോട്ടിവേഷൻ. അപ്പൊ നമുക്കറിയാം, ഒരു സെയിൽസ് പേഴ്സൺ എന്ന് പറയുമ്പോൾ എന്താണ്, കസ്റ്റമറുമായിട്ടും അല്ലെങ്കിൽ കസ്റ്റമറെ കൺവിൻസ് ചെയ്യിപ്പിച്ച് ഒരു പ്രൊഡക്റ്റിന്റെ സെയിൽസ് അവര് നടത്തുകയും പ്ലസ് അതിനോടൊപ്പം തന്നെ കസ്റ്റമറിനോടൊരു ലോങ് ടേം ഇന്ററാക്ഷൻ കീപ്പ് ചെയ്യുകയും ചെയ്യുകയാണ് പ്രധാനപ്പെട്ട ഒരു സെയിൽസ് പേഴ്സന്റെ ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ തീർച്ചയായിട്ടും കസ്റ്റമറിനെ കുറിച്ചിട്ട് അറിയുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കസ്റ്റമറിന്റെ ബൈയിങ് മോട്ടീവ്സ് എന്തൊക്കെയാണ്, ബയർ ബിഹേവിയർ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ സെയിൽസ് ഫോഴ്സ് മോട്ടിവേഷൻ അല്ലെ, അതായത് ഇവർക്ക് വർക്ക് ചെയ്യുക എന്നുള്ളതിനോടൊപ്പം അവർക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷനും കൂടെ കിട്ടണം അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു 3 ചാപ്റ്ററുകൾ അടങ്ങിയതാണ് ബ്ലോക്ക് 2. മൂന്നാമത്തെ ബ്ലോക്ക് നോക്കൂ, സെല്ലിംഗ് പ്രോസസ്സ്. നമുക്കറിയാം, സെല്ലിംഗ് അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ജോബ് അല്ല. ഒരുപാട് പ്രോസസ്സിലൂടെയാണ് സെയിൽസ് പ്രോസസ് അല്ലെങ്കിൽ സെല്ലിംഗ് കംപ്ലീറ്റ് ആവുന്നത് അല്ലെ. ആദ്യം നമുക്കറിയാം, ഒരു കസ്റ്റമറിനെ മീറ്റ് ചെയ്യണം, അവരായിട്ട് അവരെ നമ്മൾ അപ്രോച്ച് ചെയ്യണം, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കണം, അതേപോലെ തന്നെ സെയിൽസ് കൺക്ലൂഡ് ചെയ്യണം, അതേപോലെ തന്നെ ഫോളോ അപ്പ്, അങ്ങനെ ഒരു 7 സ്റ്റെപ്പോളം അടങ്ങിയിട്ടുള്ള ഒരു സെയിൽസ് പ്രോസസ്സിലൂടെയാണ് ഒരു സെയിൽസ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ അതിനെ കുറിച്ച് പറയുന്ന ബ്ലോക്കാണ് ബ്ലോക്ക് 3, സെല്ലിംഗ് പ്രോസസ്. എന്തൊക്കെയാണ് സെയിൽസ് പ്രോസസ് ഉണ്ട്. മൂന്നാമത്തെ ചാപ്റ്റർ നോക്കൂ, സെയിൽസ് പ്രസന്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ. ലാസ്റ്റ് വൺ കൺക്ലൂഡിങ് സെയിൽസ് അല്ലെ. അപ്പൊ ഒരു സെയിൽസ് പ്രോസസ്സിനെ കുറിച്ച് പറയുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ചാപ്റ്ററുകൾ അടങ്ങിയിട്ടുള്ളതാണ് ബ്ലോക്ക് 3. ആൻഡ് ബ്ലോക്ക് 4 നോക്കൂ, നമുക്കറിയാം സെയിൽസ് പേഴ്സൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സെയിൽസ് നടത്തുക എന്നുള്ളതിനോടൊപ്പം തന്നെ കുറച്ച് റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കണം അല്ലെ. എന്തൊക്കെയാണ് ഒരു സെയിൽസ് പേഴ്സൺ തയ്യാറാക്കേണ്ട റിപ്പോർട്ടുകൾ, അതിനെ കുറിച്ച് പറയുന്ന ബ്ലോക്കാണ് ബ്ലോക്ക് 4, അതായത് സെയിൽസ് റിപ്പോർട്ട്, എത്തിക്സ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. ഈ ഒരു ബ്ലോക്കിൽ പറയുന്നത് എന്താണ്, ഏതൊക്കെ റിപ്പോർട്ട് ആൻഡ് ഡോക്യുമെന്റ്സുകളാണ് ഒരു സെയിൽസ് പേഴ്സൺ തയ്യാറാക്കേണ്ടത്, അതിനോടൊപ്പം തന്നെ ഒരു സെല്ലിങ്ങിൽ അല്ലെങ്കിൽ ഒരു സെയിൽസ് പേഴ്സൺ കീപ്പ് ചെയ്യേണ്ട എത്തിക്സുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സ്കിൽസ് ഫോർ സെയിൽസ് പേഴ്സൺ, ഒരു സെയിൽസ് പേഴ്സൺ ഉണ്ടായിരിക്കേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ പേഴ്സണൽ സെല്ലിംഗ്, ഒരു പേഴ്സണൽ സെല്ലിങ്ങിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്. അപ്പൊ നമ്മളൊരു എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു പേപ്പർ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ബോധം നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ ഓരോ ചാപ്റ്ററും കണക്ട് ചെയ്ത് പഠിക്കാൻ. അപ്പൊ നമുക്കറിയാം, ഈ ഒരു പേപ്പർ എന്ന് പറയുമ്പോൾ എന്താണ്, പേഴ്സണൽ സെല്ലിങ്ങിനെ കുറിച്ചാണ്. അപ്പൊ ആ ഒരു പേഴ്സണൽ സെല്ലിങ്ങിൽ വേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണോ അതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു പേപ്പറാണ് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്. അപ്പൊ നോക്കാം, ഓരോ ചാപ്റ്ററുകളിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളും കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലെ 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണ്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ പരിചയപ്പെടാം. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റ് അല്ലെ. ഇവിടെ നോക്കൂ, 1ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ പേഴ്സണൽ സെല്ലിംഗ്, ഡിസ്ക്രൈബ് ഇറ്റ്സ് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് പേഴ്സണൽ സെല്ലിംഗ്, അതിന്റെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന്റെ മാർക്ക് എത്രയാണെന്ന് നോക്കണം. അതിന്റെ ബേസിലാണ് നമ്മൾ ആൻസറിന്റെ ലെങ്ത് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കൂ, ഇതിന്റെ മാർക്ക് 5, 5, 10. ഇപ്പൊ ഓരോ 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതിന് ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതം, ലാസ്റ്റ് ക്വസ്റ്റ്യന് 10 മാർക്ക് വീതം.
അപ്പോൾ നോക്കൂ ഇവിടെ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഡു യു മീൻ ബൈ പേഴ്സണൽ സെല്ലിംഗ്? എന്താണ് പേഴ്സണൽ സെല്ലിംഗ് എന്താണെന്ന് നമുക്കറിയാം. അതായത് ഇറ്റ്സ് പേഴ്സണൽ സെല്ലിംഗ് ഈസ് ദി ഓറൽ പ്രസന്റേഷൻ അല്ലേ. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഓറൽ പ്രസന്റേഷൻ ആണ്. ഇൻ എ കോൺവെർസേഷൻ വിത്ത് വൺ ഓർ മോർ പ്രോസ്പെക്റ്റീവ് പർച്ചേസസ് അല്ലേ, ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ പ്രോസ്പെക്റ്റീവ് പർച്ചേസേഴ്സുമായി അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറുമായിട്ട് എന്ത് ചെയ്യാണ്, ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടുന്ന ഒരു പ്രക്രിയയാണിത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടുന്നത്? ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് സെയിൽസ് അല്ലേ. സെയിൽസ് മേക്ക് ചെയ്യുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു പേഴ്സണൽ സെല്ലർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമറുമായിട്ടൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ എഴുതേണ്ട പേഴ്സണൽ സെല്ലിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത്. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, നേച്ചർ. ഇതിൻ്റെ നേച്ചർ എന്തൊക്കെയാണ് നമുക്കറിയാം. പേഴ്സണൽ സെല്ലിംഗ് എന്താണ്? ഫസ്റ്റ് വൺ, പേഴ്സണൽ സെല്ലിംഗ് ഫുൾഫിൽസ് ദി ഒബ്ജക്റ്റീവ്സ്. പേഴ്സണൽ സെല്ലിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യുന്നു. നമുക്കറിയാം പ്രധാനമായിട്ടും പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, മേക്കിംഗ് ദി സെയിൽസ് ആൻഡ് കീപ് ദി ലോങ് ടേം റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമർ. സെയിൽസ് മേക്ക് ചെയ്യുക, അതിനോടൊപ്പം തന്നെ കസ്റ്റമറുമായിട്ട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നു. അടുത്ത് നോക്കൂ, രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവ് B2B ആൻഡ് B2C സെയിൽ അല്ലേ. നമുക്കറിയാം B2B സെയിൽ ആൻഡ് B2C സെയിൽസ്. എന്താണ് B2B എന്ന് പറയുമ്പോൾ? ബിസിനസ് ടു ബിസിനസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സെയിൽസ് പേഴ്സൺ ഒരു ഹോൾസെയിലറിലേക്ക് ഒരു കച്ചവടം നടത്തുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഹോൾസെയിലർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സെയിൽസ് പേഴ്സന്റെ കയ്യിൽ നിന്ന് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത്? ഹോൾസെയിലർക്കും സെയിൽസ് നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ. രണ്ടുപേരും അവിടെ ബിസിനസ് തന്നെയാണ് നടത്തുന്നത് അല്ലേ. അപ്പോൾ ഒരു സെയിൽസ് പേഴ്സൺ അയാളുടെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ബിസിനസ്മാൻ എന്ത് ചെയ്യാണ്, അയാളുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നു. അയാളും എന്താണ് ചെയ്യുന്നത്, ബിസിനസ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ B2B സെല്ലിങ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ B2C സെയിൽസ് ഉണ്ട്. B2C സെയിൽസ് എന്ന് പറയുമ്പോൾ ബിസിനസ് ടു കസ്റ്റമർ. ഇവിടെ എന്താ ചെയ്യുന്നത്, കസ്റ്റമറുമായിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഒരു കൺസംഷന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുന്നു. ആ ഫോൺ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് വാങ്ങുന്നത്, അല്ലെങ്കിൽ മറ്റു വിൽക്കാനോ അല്ലെങ്കിൽ മറ്റു വേറെ ആവശ്യങ്ങൾക്കൊന്നുമല്ല, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുകയാണെന്ന് വിചാരിക്കുക. അപ്പം അവിടെ എന്താണ്, കൺസ്യൂമർ ആണ് അല്ലേ. അതായത് ഒരു കൺസ്യൂമർ ഒരു ബിസിനസ്മാൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു. അപ്പം നമ്മുടെ പേഴ്സണൽ സെല്ലിംഗ് ഈ B2B സെല്ലിങ്ങിലും അതേപോലെ തന്നെ B2C സെയിൽസിലും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കൂടുതലായിട്ടും B2B സെയിൽസിലാണ് കൂടുതലായിട്ടും പേഴ്സണൽ സെല്ലിംഗ് യൂസ് ചെയ്യുന്നത്. B2C സെല്ലിങ്ങിലും യൂസ് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ വളരെ റെയർ ആയിട്ട് മാത്രം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാം പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ആർട്ട് ആൻഡ് സയൻസ് ആണ് അല്ലേ. വെറുതെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പേഴ്സണൽ സെല്ലർ ആവാൻ പറ്റില്ല. അയാൾക്ക് അതിൻ്റേതായിട്ടുള്ള കഴിവുകൾ വേണം, സ്കില്ല് വേണം. ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമറിനെ കൺവിൻസ് ചെയ്ത് അയാളെ ഒരു ആക്ച്വൽ കസ്റ്റമർ ആക്കി മാറ്റാനുള്ള ഒരു സ്കില്ല് അയാൾക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം പേഴ്സണൽ സെല്ലിംഗ് ഒരു ആർട്ടാണ്. അതുപോലെ തന്നെ എന്താണ്, സയൻസ് ആണ്. ഒരുപാട് പ്രിൻസിപ്പിൾസും മെത്തേഡുകളും പ്രോസസ്സുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഒരു പേഴ്സണൽ സെല്ലിംഗ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, അതൊരു സയൻസ് ആണെന്ന്. അടുത്ത നോക്കൂ, സെയിൽസ് പീപ്പിൾ മേ ബി കോൾഡ് ആസ് എ ഡിഫറെൻറ്റ് നെയിം അല്ലെ. പല പേരുകളിൽ നമുക്ക് സെയിൽസ് പീപ്പിളിനെ വിളിക്കാം. എന്താണ്, സെയിൽസ് ഏജന്റ് എന്ന് വിളിക്കാം, അതേപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് വിളിക്കാം, കൺസൾട്ടന്റ് എന്ന് വിളിക്കാം, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കാം, മാർക്കറ്റിംഗ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് വിളിക്കാം, ഫീൽഡ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് വിളിക്കാം. അങ്ങനെ പല പേരുകൾ നമുക്ക് എന്ത് വിളിക്കാം, സെയിൽസ് പേഴ്സണെ നമുക്ക് വിളിക്കാവുന്നതാണ്. അടുത്ത നോക്കൂ, ഓഫ്ലൈൻ മെത്തേഡായിട്ട് ഈ ഒരു സെയിൽസ് പേഴ്സൺ പല ആക്ടിവിറ്റീസുകളും ചെയ്യുന്നുണ്ട് അല്ലേ. സെയിൽസ് പേഴ്സൺ അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കസ്റ്റമറുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് ഒരു കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ കസ്റ്റമറുമായിട്ട് ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്നതിലൂടെയും അതുപോലെ തന്നെ ടെലിഫോണിലൂടെയൊക്കെ അവരുമായിട്ടൊരു ഇൻറ്ററാക്ഷൻ കീപ്പ് ചെയ്യുന്നതിലൂടെയൊക്കെ ഒരു ഓഫ്ലൈൻ മെത്തേഡ് വഴി അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സ്കില്ല് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ മെത്തേഡ്സുകളും യൂസ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ മെത്തേഡ്സുകൾ എന്ന് പറയുമ്പോൾ എന്താ, മെയിലുകളും അതേപോലെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും സോഷ്യൽ മീഡിയാസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കസ്റ്റമറിനെ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാൻ എൻഗേജ് ചെയ്യും അല്ലെങ്കിൽ വാങ്ങിപ്പിക്കാൻ കൺവിൻസ് ചെയ്യിപ്പിക്കുകയും അവരൊരു ആ ഒരു പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നവരെ
ആ ഒരു കാണിക്കുന്ന കസ്റ്റമർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫ്ലൈൻ മെത്തേഡുകളും ഈ ഒരു സെയിൽസ് പേഴ്സൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കൂ, അടുത്തത് സെല്ലിംഗ് ആൻഡ് നോൺ സെല്ലിംഗ് ആക്ടിവിറ്റീസ്. ഒരു സെയിൽസ് പേഴ്സൺ സെല്ലിംഗ് ആക്ടിവിറ്റീസ് മാത്രമല്ല ചെയ്യുന്നത്, നോൺ സെല്ലിംഗ് ആക്ടിവിറ്റീസും കൂടി ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ നോൺ സെല്ലിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ? അതായത് നമ്മളിപ്പോൾ ഒരു റിപ്പോർട്ട്, സെയിൽസ് റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുക, അതേപോലെ തന്നെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ റിപ്പോർട്ടുകളൊക്കെ കീപ്പ് ചെയ്യുക, അങ്ങനെയുള്ള നോൺ സെല്ലിംഗ് ആക്ടിവിറ്റീസും കൂടി ഈ ഒരു സെയിൽസ് പേഴ്സൺ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് നേച്ചർ ഓഫ് സെയിൽസ് പേഴ്സൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാർക്ക് എത്രയാണ് നോക്കുക, അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു ആൻസറിന്റെ ലെങ്ത് കൂട്ടും കുറക്കും. അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് മാർക്കിനനുസരിച്ച് ഷോർട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ആൻസറും ഷോർട്ട് ആക്കുക. ഇനിയിപ്പോൾ ഒരു ലോങ് അല്ലെങ്കിൽ ലോങ് എസ്സേ പോലെയാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് ഒന്നും കൂടി വിശദീകരിച്ച് എക്സാമ്പിൾ സഹിതമൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങളുടെ ലൈഫിലൊക്കെ ഈ ഒരു പേഴ്സണൽ സെല്ലിങ്ങിനെ അല്ലെങ്കിൽ സെയിൽസ് പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അവർ നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, എങ്ങനെയൊക്കെയാണ് അവർ നിങ്ങളെ കൺവിൻസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് എന്ത്, ഈ ഒരു പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾസും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ആ ഒരു ആൻസറിനെ നിങ്ങൾക്ക് ഒന്നും കൂടി വിശദീകരിക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. അല്ലേ? അതിന് കൊടുത്തിട്ടുള്ള മാർക്ക് 10 മാർക്സ് ആണ്. അപ്പൊ നമ്മൾ മാർക്സിന്റെ അളവിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ട് ആക്കുക അല്ലെങ്കിൽ ലോങ് ആക്കുക. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ അത്യാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. 10 മാർക്സ് ഉണ്ട് അല്ലേ? അപ്പൊ നോക്കൂ, എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. ഫസ്റ്റ് വൺ നോക്കൂ, ബയർ സെല്ലർ ഇന്ററാക്ഷൻ. അല്ലേ? ഈ ഒരു പേഴ്സണൽ സെല്ലിങ്ങിലൂടെ കസ്റ്റമറുമായിട്ട് ഒരു ഡയറക്റ്റ് ഇൻ്ററാക്ഷൻ അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ബയർ സെല്ലർ ഇൻ്ററാക്ഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലേ? അതായത് സെല്ലർ കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുന്നു, ബയർ അയാൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എങ്കിൽ അതൊക്കെ ഈ ഒരു സെല്ലറോട് നേരിട്ട് അയാൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അവർ തമ്മിൽ എന്ത് ചെയ്യാണ്, ഒരു ഡയറക്റ്റ് ഇൻ്ററാക്ഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പേഴ്സണൽ സെല്ലിംഗ് എന്ത് കീപ്പ് ചെയ്യുന്നുണ്ട്, ബയർ സെല്ലർ ഇന്ററാക്ഷൻ എന്ന് കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. അല്ലേ? നമുക്കറിയാം അഡ്വർടൈസ്മെന്റ് ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ്, നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടോ? ഇല്ല. അതെന്താണ്, ഒരു മീഡിയ വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നോൺ പേഴ്സണൽ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അഡ്വർടൈസ്മെന്റ് ഒക്കെ പോകുന്നത് അല്ലേ? അപ്പൊ അതായത് ഇവിടെ ഡയറക്റ്റ് ആയിട്ടാണ് ഒരു സെയിൽസ് പേഴ്സൺ കസ്റ്റമറിനെ മീറ്റ് ചെയ്യുന്നത്. നമ്മുടെ അഡ്വർടൈസ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ്, ഒരു ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത് അല്ലെ? ഒരു മീഡിയ വഴിയാണ് അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കസ്റ്റമറിലേക്ക് എത്തുന്നത്. ഇവിടെ നേരിട്ടാണ്. അതുപോലെ തന്നെ നമുക്കറിയാം പുഷ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു പേഴ്സണൽ സെല്ലിങ്ങിലൂടെ ഒരു കസ്റ്റമറിനോട് സെയിൽസ് പേഴ്സൺ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻഫർമേഷൻസും അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസും അത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വളരെയധികം ഡീറ്റെയിൽഡ് ആയി പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ആ ഒരു പ്രൊഡക്റ്റിലേക്ക് അറ്റൻഷൻ ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കുന്നു. അതിലൂടെ എന്ത് ചെയ്യാണ്, അവരെ കൊണ്ട് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുന്നു അല്ലേ? അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നു, അവരെ പുഷ് ചെയ്യുകയാണ് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സെയിൽസ് പേഴ്സൺ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി എന്താണ് ഇവിടെ, പുഷ് സ്ട്രാറ്റജി. പ്രോസ്പെക്റ്റീവ് കസ്റ്റമറിനെ കൺവിൻസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, ആ ഒരു പ്രൊഡക്റ്റ് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, കസ്റ്റമൈസേഷൻ ആൻഡ് പേഴ്സണലൈസേഷൻ. ഇപ്പം നമുക്കറിയാം അഡ്വർടൈസ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അവിടെ ഒരു എല്ലാ ഓഡിയൻസിനും, ആ ഒരു അഡ്വർടൈസ്മെന്റ് കാണുന്ന എല്ലാ ഓഡിയൻസിനും ഒരു സെയിം മെസ്സേജ് ആണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ പേഴ്സണൽ സെല്ലിങ്ങിലോട്ട് വരികയാണെങ്കിൽ ഓരോ കസ്റ്റമറിൻ്റെയും ആവശ്യങ്ങൾക്കനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ കസ്റ്റമറിൻ്റെയും മൂഡിനനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ ഒരു പേഴ്സണൽ സെല്ലറുടെ സംസാര രീതിയും അല്ലെങ്കിൽ ശൈലിയും ഒക്കെ എന്ത് ചെയ്യും, അയാൾ മോഡിഫൈ ചെയ്യും
അല്ലെ? അയാളുടെ മെസ്സേജുകളൊക്കെ എന്ത് ചെയ്യും? അയാൾ മോഡിഫൈ ചെയ്യും. സെയിൽസ് പ്രോസ്പെക്റ്റീവ് ബയറുടെ സിറ്റുവേഷൻ അനുസരിച്ച് അയാൾ എന്ത് ചെയ്യും? ആ ഒരു മെസ്സേജുകളിലൊക്കെ എന്ത് ചെയ്യും? മോഡിഫിക്കേഷൻ വരുത്തും. അതാണ് കസ്റ്റമൈസേഷൻ ആൻഡ് പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഹ്യൂമൻ എലമെന്റ്, അല്ലെ? നമുക്കറിയാം അഡ്വർടൈസ്മെന്റിൽ ഒരു ഹ്യൂമൻ എലമെന്റ് ഇല്ല. അതൊരു ഓൾറെഡി റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുള്ള ഒരു സെയിം മെസ്സേജ് എന്ത് ചെയ്യാണ്? ഒരു മീഡിയ വഴി നമ്മൾ പ്രസന്റ് ചെയ്യുകയാണ്. ഇവിടെ എന്താണ്? ഒരു ഹ്യൂമൻ എലമെന്റ് ഉണ്ട്. അതായത് ഇപ്പോൾ അയാളുടെ വെർബലി അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അയാളിൽ ഉണ്ടാവുന്ന ലാംഗ്വേജ്, ടോണ്, അപ്പിയറൻസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമറിനെ ആകർഷിപ്പിക്കുക, അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ എന്ത് ചെയ്യുന്നുണ്ട്? അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അവിടെ ഒരു ഹ്യൂമൻ എലമെന്റ് ഉണ്ട്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചലനങ്ങളൊക്കെ എന്തുണ്ടാവുന്നുണ്ട്? ഈ ഒരു പേഴ്സണൽ സെല്ലിങ്ങിലൂടെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ അഡ്വർടൈസ്മെന്റ് വഴി അങ്ങനെയാണോ? അല്ല. അവിടെ എന്താണ്? അതൊരു ഹ്യൂമൻ എലമെന്റ് ഇല്ല. ഒരു നോൺ പേഴ്സണൽ മാറ്റർ ആണ് എന്ത്? അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, ക്വിക്ക് റെസ്പോൺസ്. അഡ്വർടൈസ്മെന്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ക്വിക്ക് റെസ്പോൺസ് കിട്ടില്ല. അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കസ്റ്റമറിന്റെ റെസ്പോൺസ് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. നേരെ മറിച്ച് നമ്മളൊരു പേഴ്സണൽ സെല്ലിംഗ് എന്നുള്ളൊരു സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് ഈ കസ്റ്റമറിന്റെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇമേജ് എന്താണ്, ബ്രാൻഡ് ഇമേജ് എന്താണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് റെസ്പോൺസ് കിട്ടും, അല്ലെ? അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, കസ്റ്റമർ ഫീഡ്ബാക്ക്, അല്ലെ? അതായത് ക്വിക്ക് റെസ്പോൺസിന്റെ അതേപോലെ തന്നെയാണ് എന്ത്? കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് കിട്ടും. ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അയാളുടെ ഒരു ഫീഡ്ബാക്ക് കിട്ടും. ക്വിക്ക് റെസ്പോൺസിൽ എന്താണ്? അയാൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങണോ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ചിട്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പപ്പം തന്നെ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും, അല്ലെ? അതായത് ഒരു പേഴ്സണൽ സെല്ലർ എന്ത് ചെയ്യാണ്? ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് ഒരു കസ്റ്റമറിനെ മീറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. എന്താ? ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ആവശ്യമില്ല, അല്ലെ? പക്ഷെ നമുക്ക് ഒരു അഡ്വർടൈസ്മെന്റ് യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റില്ല. എന്താണ് ഈ ഒരു കസ്റ്റമറുടെ ക്വിക്ക് റെസ്പോൺസ് എന്താണ് നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ മോർ എൻഗേജിങ്, അല്ലെ? സെയിൽസ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്താണ്? ഒരു മോർ എൻഗേജിങ് ആക്ടിവിറ്റിയാണ്. അഡ്വർടൈസ്മെന്റിന്റെ പോലെയല്ല. ഹ്യൂമൻ എലമെന്റ്സും അതേപോലെ തന്നെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടും ഡെമോൺസ്ട്രേഷൻ നടത്തിക്കൊണ്ടും പ്രസന്റേഷൻ നടത്തിക്കൊണ്ടൊക്കെ എന്ത് ചെയ്യാണ്? ആ ഒരു സെല്ലിംഗ് ആക്ടിവിറ്റിയിൽ മോർ എൻഗേജ് ചെയ്യുകയാണ് എന്ത്? സെയിൽസ് പേഴ്സൺ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ചു നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾ എപ്പോഴും പറയുകയാണ്, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്ക് ഷോർട്ട് ആക്കുക അല്ലെങ്കിൽ ലോങ് ആക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതൊരു എക്സാം ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് മാത്രം വെച്ച് നിങ്ങൾ പഠിച്ചാൽ പോരാ. ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? വ്യക്തമായിട്ടുള്ള ഒരു വ്യൂ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്, ഇപ്പം എല്ലാത്തിനെ കുറിച്ചും ഓരോ ഭാഗവും എന്തൊക്കെയാണ് ഈ ഒരു ഭാഗത്തും പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയിരിക്കണം. ഇന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതിനെ കുറിച്ചിട്ടും നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതാണ് നിങ്ങൾക്ക് ഇവിടെ എക്സാം ഓറിയന്റേഷൻ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. നോക്കൂ, ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. സെയിൽസ് പീപ്പിൾ വർക്ക് ഇൻ വെറൈറ്റി ഓഫ് സെല്ലിംഗ് സിറ്റുവേഷൻസ്. ഇൻ ദി ലൈറ്റ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഡിസ്ക്രൈബ് വേരിയസ് ടൈപ്സ് ഓഫ് സെല്ലിംഗ് സിറ്റുവേഷൻസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് വരുന്നത് 20 ആണ്, അല്ലേ? അപ്പോൾ അത്യാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ ആണിത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു സെയിൽസ് പീപ്പിൾ വെറൈറ്റി ഓഫ് സെല്ലിംഗ് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ആ ഒരു സെല്ലിംഗ് സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്നും അതിനെ എക്സാമ്പിൾ സഹിതം വ്യക്തമാക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ നോക്കൂ, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡൈവേഴ്സിറ്റി ഓഫ് പേഴ്സണൽ സെല്ലിംഗ് സിറ്റുവേഷൻ എന്നുള്ള ഒരു പാർട്ട്. എന്തൊക്കെയാണ് ഈ ഒരു ഡൈവേഴ്സിറ്റി? അതായത് പല സിറ്റുവേഷൻസിൽ പേഴ്സണൽ സെല്ലിംഗ് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിങ്ങിന്റെ പല വ്യത്യസ്ത അല്ലെങ്കിൽ ഭാവങ്ങൾ എന്നൊക്കെ പറയാം, പല മുഖങ്ങൾ എന്നൊക്കെ പറയാം. ഇവിടെ നോക്കൂ, ഫസ്റ്റിലെ ഒരു പോയിന്റ് ആണ് ഡെലിവറി സെയിൽസ് പേഴ്സൺ. അപ്പൊ നമുക്കറിയാം, വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന ആൾ, അതായത് സാധനങ്ങൾ കൊണ്ട് നടന്ന് വിൽക്കുന്ന ആൾക്കാർ അല്ലെ. അതായത് ഇപ്പൊ നമ്മുടെ വീടുകളിൽ ഇപ്പോ ഒരു മീൻകാരൻ വരുന്നു, അല്ലെങ്കിൽ ഒരു ഇറച്ചി വിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നു. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പുറത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചന്തകളിലും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ സാധനങ്ങൾ നടന്നുകൊണ്ട് കച്ചവടം ചെയ്യുന്നു, ഡെലിവറി ചെയ്യുന്നു അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സെയിൽസ് പീപ്പിളിനെ അവരും എന്താണ്, പേഴ്സണൽ സെല്ലറാണ്. ഡയറക്റ്റ് ആയിട്ട് ഒരു കസ്റ്റമറിനെ കൊണ്ട് ആ ഒരു സാധനങ്ങൾ വാങ്ങിപ്പിക്കുകയും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടാണ് ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സെയിൽസ് പേഴ്സണെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡെലിവറി സെയിൽസ് പീപ്പിൾ. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്തൊക്കെയാന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ബ്രെഡ് മിൽക്ക് ഡെലിവറിങ് പെപ്സി ടു റീറ്റെയിൽ ഷോപ്സ് അല്ലെ. ഇപ്പോൾ എന്താണ്, ചില ആൾക്കാർ എന്ത് ചെയ്യണം, അവരുടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം, നടന്നുകൊണ്ട് പല റീറ്റെയിൽ ഷോപ്പുകളിലേക്കൊക്കെ വിൽക്കുക അല്ലെ. നടക്കുക മീൻസ് ആ ഒരു പ്രൊഡക്റ്റ് എന്താണ് എടുത്തുകൊണ്ട് അല്ലെ, പ്രൊഡക്റ്റുമായിട്ട് എന്ത് ചെയ്യാണ്, പല റീറ്റെയിൽ ഷോപ്പുകളിലും കയറി ഇറങ്ങുന്നു. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീടുകളിലേക്ക് വരുന്ന ഡോർ ടു ഡോർ അല്ലെ, വെജിറ്റബിൾ വെൻഡർ, അല്ലെങ്കിൽ മറ്റ് ഫിഷ്, അല്ലെങ്കിൽ മറ്റു മീറ്റുകളൊക്കെ എന്ത് ചെയ്യാണ്, നമ്മള് ഡോർ ടു ഡോർ നമ്മുടെ വീടുകളിലൂടെ നടന്ന് കച്ചവടം ചെയ്യുന്നവരെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം, ഇത്തരത്തിലുള്ള ഡെലിവറി സെയിൽസ് പേഴ്സൺ എന്ന് വിളിക്കാം. അതായത് പ്രൈമറി ജോബ് ഓഫ് സെയിൽസ് പീപ്പിൾ ഈസ് ഡെലിവറിങ് ദി പ്രൊഡക്റ്റ് ടു കസ്റ്റമർ ടു മേക്ക് ദി സെയിൽസ് അല്ലെ. കസ്റ്റമറിലേക്ക് സാധനങ്ങൾ ഡെലിവറി ചെയ്തുകൊണ്ടാണ് ഇവിടെ പേഴ്സണൽ സെല്ലർ സെയിൽസ് നടത്തുന്നത്. അതുകൊണ്ടാണ് അതിനെന്ത് ചെയ്യുന്നത്, പറയുന്നത് ഡെലിവറി സെയിൽസ് പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പോ ഇവർക്ക് എന്ത് ചെയ്യാണ്, ഇവരും എന്താണ്, ഒരു ടൈപ്പ് ഓഫ് സെയിൽസ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു സെയിൽസ് പീപ്പിൾ ആണ്. അവരെന്ത് ചെയ്യാണ്, അവരുടെ സ്കിൽ യൂസ് ചെയ്തിട്ട് കസ്റ്റമറിനെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും, പല വീടുകൾ അല്ലെങ്കിൽ പല മാർക്കറ്റുകളിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങളെ കൊണ്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാൻ അവരെടുക്കുന്ന സ്ട്രാറ്റജീസുകളൊക്കെ. അപ്പൊ ആ ഒരു ഡൈവേഴ്സിറ്റിയെ നമുക്ക് എന്ത് വിളിക്കാം, ഡെലിവറി സെയിൽസ് പേഴ്സൺ എന്ന് വിളിക്കാം. അടുത്ത് നോക്കൂ, ഇൻസൈഡ് ഓർഡർ ടേക്കർ അല്ലെ. ഇൻസൈഡ് ഓർഡർ ടേക്കർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നാം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു കസ്റ്റമർ ഒരു റീറ്റെയിൽ സ്റ്റോർ വിസിറ്റ് ചെയ്യാണെന്ന് വിചാരിക്കുക. അയാൾ മറ്റൊരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ഒരു റീറ്റെയിൽ സ്റ്റോർ അയാൾ എന്ത് ചെയ്യുന്നത്, വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് മുന്നിൽ എന്ത് ചെയ്യാണ്, ഈ ഒരു റീറ്റെയിലർ സെയിൽസ് പേഴ്സൺ എന്ത് ചെയ്യാണ്, അയാളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. അയാൾക്കത് വാങ്ങാതിരിക്കാം എന്നുള്ളത് ആ ഒരു കസ്റ്റമറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അത് അയാളുടെ ഓപ്ഷനാണ്. പക്ഷെ എന്നാലും ഇയാൾ ഒരു ചെറിയൊരു ഇൻഫ്ലുവൻസ് ഇട്ടുകൊടുക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ട് അയാൾക്ക് ചെറിയ രീതിയിൽ അയാളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ നോക്കും. അപ്പൊ ആ ഒരു രീതിയെ, അല്ലെങ്കിൽ അത്തരത്തിൽ കച്ചവടം നടത്തുന്ന ആൾക്കാരെ നമുക്ക് എന്ത് വിളിക്കാം, ഇൻസൈഡ് ഓർഡർ ടേക്കർ എന്ന് പറയാം. ഇവരെന്താണ്, റീറ്റെയിൽ സെയിൽസ് പീപ്പിൾ എന്നും ഇവരെ വിളിക്കുക. അതായത് റീറ്റെയിൽ സെയിൽസ് പീപ്പിൾ ബിഹൈൻഡ് ദി കൗണ്ടർ ആർ ഇൻസൈഡ് ഓർഡർ ടേക്കർ. അപ്പോൾ ഇത്തരത്തിലുള്ള സെയിൽസ് പീപ്പിളിന് ഈ ഒരു അവരുടെ സെല്ലിംഗ് സ്കില്ല് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു കസ്റ്റമറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ലിമിറ്റഡ് ആണ് അല്ലേ. അതായത് കൂടുതലൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ മറ്റൊരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു റീറ്റെയിൽ ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമറാണ്. അവർക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റഡോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിലപ്പോൾ അറിവോ ഒന്നും ഉണ്ടായിരിക്കില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇൻസൈഡ് ഓർഡർ ടേക്കർ എന്ത് ചെയ്യും, അതിലൂടെ അയാളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ അയാൾക്ക് പാസ് ചെയ്യുന്നു. അതാണ് ഇൻസൈഡ് ഓർഡർ ടേക്കർ. അപ്പൊ നിങ്ങൾ എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെ എഴുതണം. ഇൻസൈഡ് ഓർഡർ ടേക്കറിന്റെ ഒരു കസ്റ്റമർ ഒരു റീറ്റെയിലർ ഷോപ്പിൽ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ അയാൾ മറ്റൊരു പ്രൊഡക്റ്റ് വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തിലാണ് വരുന്നത്. അതിനിടയിൽ എന്ത് ചെയ്യാണ്, ഈ ഒരു ഇൻസൈഡ് ഓർഡർ ടേക്കർ തന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എന്ത് ചെയ്യണം, ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു അല്ലെ. അപ്പൊ അതിനെയാണ് ഇൻസൈഡ് ഓർഡർ ടേക്കർ എന്ന് പറയുന്നത്. അടുത്ത് നോക്കൂ, ഔട്ട്സൈഡ് ഓർഡർ ടേക്കർ. ഔട്ട്സൈഡ് ഓർഡർ ടേക്കർ എന്ന് പറയുമ്പോൾ എന്താണ്,
ഈ ഒരു സെയിൽസ് പീപ്പിൾ വിസിറ്റിംഗ് ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് ടു ടേക്ക് ദി സെയിൽസ് ഓർഡർ ആൻഡ് സപ്പോർട്ട് ദം ഇൻ ദെയർ സെല്ലിംഗ് ആക്ടിവിറ്റീസ്. അല്ലെ, അതായത് ഹോൾസെയിലറിനെയും റീറ്റെയിലറിനെയും കൺവിൻസ് ചെയ്യിപ്പിക്കുക. ഇപ്പൊ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഒരു ഹോൾസെയിലർ ഷോപ്പ് അല്ലെങ്കിൽ റീറ്റെയിലർ ഷോപ്പ് അവരുടെ ഷോറൂമിൽ വിൽക്കണം എന്നുണ്ടെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കണമല്ലോ, അല്ലെ. ഇപ്പൊ നമ്മളൊരു വാഷിംഗ് മെഷീന്റെ പുതിയ ബ്രാൻഡ് ഇറക്കിയെന്ന് വിചാരിക്കുക. ഈ ഒരു വാഷിംഗ് മെഷീനെ ഈ ഒരു നമ്മളൊരു ഹോൾസെയിലർ വഴി അല്ലെങ്കിൽ ഒരു റീറ്റെയിലർ വഴിയാണ് ആ ഒരു വാഷിംഗ് മെഷീൻ വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോൾസെയിലറിനെയും റീറ്റെയിലറിനെയും കൺവിൻസ് ചെയ്യിപ്പിക്കണം അവർ ആ വാഷിംഗ് മെഷീൻ വിൽക്കാൻ, അല്ലെങ്കിൽ അവരെ കൊണ്ട് വിൽപ്പിക്കാൻ, അല്ലെ. അപ്പോൾ അതിനെയാണ് ഔട്ട്സൈഡ് ഓർഡർ ടേക്കർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഔട്ട്സൈഡ് ഓർഡർ ടേക്കർ എന്ത് ചെയ്യും, എങ്ങനെയൊക്കെയാണ് കസ്റ്റമറിനെ ബ്രെയിൻ വാഷ് ചെയ്യേണ്ടത്, എന്തെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റിന്റെ യൂസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യും ഈ ഹോൾസെയിലർക്കും റീറ്റെയിലർക്കും ഒക്കെ എന്ത് ചെയ്യും പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവരുടെ ഷോറൂമിൽ വെക്കേണ്ടത്, അല്ലെങ്കിൽ കസ്റ്റമറിനെ എത്രത്തോളം എങ്ങനെയൊക്കെ അട്രാക്ട് ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഒക്കെ ആർക്ക് പറഞ്ഞു കൊടുക്കും, ഈ ഒരു ഹോൾസെയിലർക്കും റീറ്റെയിലർക്കും പറഞ്ഞു കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാണ് അവിടെ ഒരു കച്ചവടം നടത്തുന്നതിനെയാണ് ഔട്ട്സൈഡ് ഓർഡർ ടേക്കർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ എക്സാമ്പിൾസ് വെച്ച് എഴുതണം. അടുത്ത നോക്കൂ, മിഷനറി സെയിൽസ് പീപ്പിൾ. എന്താണ് മിഷനറി സെയിൽസ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരും ഇത്തരത്തിലുള്ള ഡെലിവറി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെയിൽസ് പേഴ്സൺ എന്ത് ചെയ്യുന്നില്ല, നേരിട്ട് മീറ്റ് ചെയ്യുന്നില്ല. പകരം എന്ത് ചെയ്യാണ്, ഒരു ഇൻഡിവിജ്വലിനോട്, ഒരു സ്പെഷ്യൽ ഇൻഡിവിജ്വലുമായിട്ട് എന്ത് ചെയ്യാണ്, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ, അല്ലെ, ഒരു മരുന്നുണ്ടാക്കുന്ന, ഒരു മെഡിസിൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ മെഡിസിൻ അല്ലെങ്കിൽ ആ മെഡിസിൻ ഉണ്ടാക്കുന്ന ആ ഒരു മാനുഫാക്ചററുടെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഒരു സെയിൽസ് പേഴ്സൺ എന്ത് ചെയ്യുന്നു, ഡോക്ടറോട് ഈ ഒരു, അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ്, അല്ലെ, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ത് ചെയ്യാണ്, ആ ഒരു ഡോക്ടറോട് ആ ഒരു മെഡിസിൻ്റെ ഉപയോഗങ്ങളും അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ ഡോക്ടറെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് ശരിക്കും ഈ ഒരു മെഡിസിൻ്റെ യഥാർത്ഥ യൂസർ ആരാണ്, ഡോക്ടറാണോ? അല്ല, അത് പേഷ്യൻസ് ആണ്. അപ്പൊ ഈ പേഷ്യൻസിന് റെക്കമെൻഡ് ചെയ്യുന്നത് ആരാണ്, ഡോക്ടറാണ്. അപ്പൊ ഈ ഒരു ഡോക്ടറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കൺവിൻസ് ചെയ്യിപ്പിക്കുക. അതിനെയാണ് മിഷനറി സെയിൽസ് പീപ്പിൾ. ഒന്നും കൂടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഞാൻ ഒരു BCom പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്ന ഒരുപാട് ഗൈഡ് ഉണ്ട്. അപ്പോൾ എന്നോട് ഒരു ഗൈഡ് വിൽക്കുന്ന ഒരു സെയിൽസ് പീപ്പിൾ വന്നിട്ട് അവരുടെ ഗൈഡിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ എനിക്ക് തന്നുകൊണ്ട് എന്നെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് ഞാൻ മൂലം അത് സ്റ്റുഡൻസിലേക്ക് എത്തിക്കുന്നു. അതായത് ഇപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്ന ആ ഒരു ഗൈഡിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കും. നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് അത് ചോദിച്ചു വാങ്ങും, അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമറിനെ മീറ്റ് ചെയ്യുന്നില്ല. അതായത് ആ ഗൈഡിന്റെ യഥാർത്ഥത്തിലുള്ള കസ്റ്റമർ ആ ടീച്ചറാണോ? അല്ല, അവിടെ ആരാണ് കസ്റ്റമർ? സ്റ്റുഡൻസ് ആണ്. പക്ഷെ ആ സ്റ്റുഡൻസിനെയല്ല ഈ ഒരു സെയിൽസ് പീപ്പിൾ മീറ്റ് ചെയ്യുന്നത്, പകരം ടീച്ചറിനെയാണ് മീറ്റ് ചെയ്യുന്നത്. ആ ടീച്ചർ വഴി എന്ത് ചെയ്യാണ്, ആ ഒരു സ്റ്റുഡൻസിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുന്നു. അപ്പൊ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഒരു കസ്റ്റമറുമായിട്ട് മീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ നിർബന്ധിക്കുകയോ ചെയ്യുന്നില്ല. പകരം ഒരു സ്പെഷ്യൽ വ്യക്തിയുമായിട്ട് ഒരു ഇൻഡിവിജ്വലിനെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടും ആ പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റ് പറഞ്ഞു കൊടുത്തുകൊണ്ടൊക്കെ എന്ത് ചെയ്യാണ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അവർ വഴി എന്ത് ചെയ്യാണ്, യഥാർത്ഥ കസ്റ്റമറിലേക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾ എക്സാമ്പിൾസ് വെച്ച് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം, ഡോക്ടറിന്റെ കേസ് പറയാം, അതേപോലെ തന്നെ നമ്മുടെ ടീച്ചറിന്റെ കേസ് പറയാം. ബുക്ക് പബ്ലിഷർ നോട്ട് സെൽ ഡയറക്ട്ലി ടു സ്റ്റുഡന്റ്, ഇൻസ്റ്റെഡ് വർക്ക് വിത്ത് എഡ്യൂക്കേറ്റേഴ്സ് ടു ഇൻഫോം ദം അബൌട്ട് ദി ബുക്സ്, അല്ലെ. അതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. അടുത്ത് നോക്കൂ, സപ്പോർട്ട് സെയിൽസ് പീപ്പിൾ. അപ്പോൾ അടുത്തൊരു ഡൈവേഴ്സിറ്റി ആണ് സപ്പോർട്ട് സെയിൽസ് പീപ്പിൾ. ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് എന്താണ്, ഇവരെന്താണ്, ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരാണ്. കസ്റ്റമറിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്ന സെയിൽസ് പീപ്പിളിനെയാണ്. അതായത് ഇവിടെ നോക്കൂ, ഇതിൽ ഈ ഒരു സപ്പോർട്ട് സെയിൽസ് പീപ്പിളിനെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് വൺ ടെക്നിക്കൽ സെയിൽസ് പീപ്പിൾ, രണ്ടാമത്തത് മെർച്ചൻഡൈസേഴ്സ്, തേർഡ് വൺ കസ്റ്റമർ സർവീസ് സെയിൽസ് പീപ്പിൾ. ഇവിടെ ടെക്നിക്കൽ സെയിൽസ് പീപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ കസ്റ്റമറിന് അറിയാതെ വരും, അല്ലേ. അതായത് ഇപ്പോൾ
എന്താണ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ് ചെയ്യുക, ഇതിനെക്കുറിച്ചൊക്കെ അവർക്ക് അതല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക എങ്ങനെയാണ്, അങ്ങനെയൊക്കെ ക്ലയന്റിന് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഈ ഒരു ടെക്നിക്കൽ സെയിൽസ് പേഴ്സൺ എന്ത് ചെയ്യണം, അതിൽ വളരെയധികം ടെക്നിക്കലി ക്വാളിഫൈഡ് ആവണം അല്ലെ. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് അതിന്റെ ടെക്നിക്കൽ വശങ്ങളെ കുറിച്ചും ഇൻസ്റ്റാളേഷനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ട്രെയിനിങ് നടത്തി അതിന്റെ ട്രെയിനിങ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു പേഴ്സണെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടെക്നിക്കൽ സെയിൽസ് പീപ്പിൾ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സെയിൽസ് എഞ്ചിനീയേഴ്സ് അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് ആ ഒരു പ്രൊഡക്റ്റിന്റെ ടെക്നിക്കൽ വശങ്ങളെ കുറിച്ച് അറിയാവുന്ന വ്യക്തികളാണ്. അപ്പോൾ കസ്റ്റമറിന് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സെയിൽസ് എഞ്ചിനീയേഴ്സ് അഥവാ സെയിൽസ് പീപ്പിളിനെ നമ്മൾ യൂസ് ചെയ്യും. അതേപോലെ തന്നെ അടുത്ത് നോക്കൂ, മെർച്ചൻഡൈസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഷെൽഫിൽ എങ്ങനെയാണ് ഇപ്പൊ നമ്മളിപ്പോൾ ഒരു ഹോൾസെയിലറിനെയും അല്ലെങ്കിൽ റീറ്റെയിലറിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഡിസ്പ്ലേ വെക്കണം, ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതേപോലെ തന്നെ അങ്ങനെ അതായത് കസ്റ്റമറിനെ എങ്ങനെ മീറ്റ് ചെയ്യണം, കസ്റ്റമറിനോട് ആ പ്രൊഡക്റ്റ് എങ്ങനെ വാങ്ങിപ്പിക്കണം, അങ്ങനെയൊക്കെ മെർച്ചൻഡൈസേഴ്സിന് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കാറ്റഗറിയാണ് എന്ത്, മെർച്ചൻഡൈസേഴ്സ് എന്ന് പറഞ്ഞ സെയിൽസ് പീപ്പിൾ. അവരെന്താണ് ചെയ്യുന്നത്, ഹോൾസെയിലർ റീറ്റെയിലേഴ്സ് തുടങ്ങിയിട്ടുള്ള മെർച്ചൻഡൈസേഴ്സിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ കൊടുക്കുന്നു. എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, കസ്റ്റമറിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. അടുത്ത് നോക്കൂ, കസ്റ്റമർ സർവീസ് സെയിൽസ് പീപ്പിൾ. ഇപ്പൊ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ആ കസ്റ്റമർ അത് യൂസ് ചെയ്യുന്നു, അതിനുശേഷവും നമ്മൾ എന്ത് ചെയ്യണം, ആ കസ്റ്റമറുമായിട്ട് നിരന്തരം ഒരു റിലേഷൻഷിപ്പ് വെക്കണം അല്ലെ. അതായത് ഇപ്പോൾ ഒരു സർവീസസ് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണെന്നുണ്ടെങ്കിൽ, വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ ഉള്ള പ്രൊഡക്റ്റുകളാണെന്നുണ്ടെങ്കിൽ, അതിൽ എന്തെങ്കിലും കംപ്ലൈന്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കണം, ആഫ്റ്റർ സെയിൽ സർവീസ് ചെയ്തു കൊടുക്കണം. അപ്പൊ അത്തരത്തിലുള്ള സപ്പോർട്ടേഴ്സിനെ അല്ലെങ്കിൽ കസ്റ്റമറിന് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം അവർക്ക് വരുന്ന എന്തെങ്കിലും പ്രോബ്ലംസുകളൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാണ്, അത് തീർത്തു കൊടുക്കുന്ന ഒരു സപ്പോർട്ടേഴ്സ് ആണ് കസ്റ്റമർ സർവീസ് സെയിൽസ് പീപ്പിൾ. മെർച്ചൻഡൈസേഴ്സ് എന്ന് പറയുമ്പോൾ ഹോൾസെയിലറിനും റീറ്റെയിലറിനും ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നത്, ഗുഡ്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഡിസ്പ്ലേക്ക് വെക്കേണ്ടത്, സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഈ ഒരു പ്രൊമോഷൻ സ്കീം എങ്ങനെയാണ് അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്ത് കസ്റ്റമറിനെ കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടത്, അത്തരത്തിലുള്ള സപ്പോർട്ടേഴ്സ് ആണ് മെർച്ചൻഡൈസേഴ്സ്. അപ്പോൾ ഇതാണ് സപ്പോർട്ട് സെയിൽസ് പീപ്പിൾ എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ഒരു വിഭാഗം സെയിൽസ് പീപ്പിൾ. അടുത്തത് നോക്കൂ, ക്രിയേറ്റീവ് സെയിൽസ് പീപ്പിൾ ഓർ ഓർഡർ ഗെറ്റേഴ്സ്. ഇവരെന്താ ചെയ്യുന്നത്, ഓർഡർ കിട്ടുന്ന ആൾക്കാരാണ്. ഇവർ അവരുടെ പ്രത്യേക കഴിവുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട്, ഒരു ക്രിയേറ്റീവ് സ്കില്ല് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, കസ്റ്റമറിന്റെ ഇടയിൽ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് അവരുടെ കഴിവാണ് അല്ലെ. അവരുടെ കഴിവ് യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് മാർക്കറ്റിൽ വളരെയധികം ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കുക, അതിലൂടെ അവർക്ക് എന്ത് കിട്ടും, ഓർഡർ കിട്ടും അല്ലെ. ഓർഡർ ഗെറ്റേഴ്സ് ആണ് അവര്. അപ്പോ they sell a new product to the customer who do not know about it, who have no interest in it. ആ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് കസ്റ്റമർക്ക് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൽ അവർക്ക് ഇൻട്രസ്റ്റും ഇല്ല. ആ സമയത്താണ് ഈ ഒരു ക്രിയേറ്റീവ് സെല്ലർ അയാളുടെ കഴിവുകൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം അയാളുടെ ക്രിയേറ്റീവ് സെല്ലിംഗ് സ്കില്ല് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു കസ്റ്റമറിലേക്കോ അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യാണ്, ആ ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കസ്റ്റമറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്രിയേറ്റീവ് സെയിൽസ് പീപ്പിൾ അല്ലെങ്കിൽ ഓർഡർ ഗെറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഒരു ഡൈവേഴ്സിറ്റി, ഒരു 4-6 ഡൈവേഴ്സിറ്റി സെയിൽസ് പീപ്പിളിനെ നമ്മൾ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് സെയിൽസ് പീപ്പിളിനെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിന്റെ ഒക്കെ ബേസിൽ ഒരു സെല്ലിംഗ് സ്റ്റൈല് അല്ലെ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് വൺ നോക്കൂ, ഡെലിവറി സെയിൽസ് പീപ്പിൾ. അയാളുടെ ഏത് സ്റ്റൈലാണ് അവിടെ യൂസ് ചെയ്യുന്നത്, ഡോർ ടു ഡോർ സെല്ലിംഗ് അല്ലെ. അയാൾ കൊണ്ട് നടന്ന് വിൽക്കുകയാണ്, ഡെലിവറി ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഡോർ ടു ഡോർ സെല്ലിംഗ് എന്നുള്ള ഒരു സ്റ്റൈലാണ് ആ ഒരു സെയിൽസ് പീപ്പിൾ അവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രേഡ് സെല്ലിംഗ് ആണ് ഇൻസൈഡ് ഓർഡർ ടേക്കറും അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഓർഡർ ടേക്കർ എന്നുള്ള ആ 2 കേസുകളിലും എന്താണ്, ട്രേഡ് സെല്ലിംഗ് അല്ലെ, കച്ചവടം, ട്രേഡ് സെല്ലിംഗ് ആണ് അവിടെ നടത്തുന്നത്.
ഇപ്പോൾ ഔട്ട്സൈഡ് ഓർഡർ ടേക്കർ എന്ന് പറയുമ്പോൾ എന്താണ്, ഹോൾസെയിലറിൽ നിന്നും റീറ്റെയിലറിൽ നിന്നും എന്ത് ചെയ്യാണ്, ഓർഡർ എടുക്കുന്ന ആൾക്കാരാണ്. ഇൻസൈഡ് ഓർഡർ ടേക്കർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു എന്താണ് വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്ന ഏതെങ്കിലും റീറ്റെയിലർ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്ന ഒരു കസ്റ്റമറിനെ കൊണ്ട് നമ്മൾ ഓർഡർ എടുക്കുന്നതാണ് ഇൻസൈഡ് ഓർഡർ ടേക്കർ. അപ്പൊ അവര് ഫോളോ ചെയ്യുന്ന ഒരു സെല്ലിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ട്രേഡിംഗ് സെല്ലിംഗ് അല്ലെ. ഓക്കെ, അടുത്തൊരു സ്റ്റൈൽ നോക്കൂ, മെഷീനറി സെല്ലിംഗ് സ്റ്റൈൽ അല്ലെ. അതായത് നമ്മൾ നേരത്തെ ഈ മെഷീനറി സെയിൽസ് പീപ്പിൾ ഫോളോ ചെയ്യുന്ന ഒരു സെല്ലിംഗ് സ്റ്റൈലാണ് മെഷീനറി സെല്ലിംഗ് സ്റ്റൈൽ. അതേപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് സെയിൽസ് പീപ്പിൾ ഫോളോ ചെയ്യുന്ന ഒരു സെല്ലിംഗ് സ്റ്റൈലാണ് ടെക്നിക്കൽ സെല്ലിംഗ്. പിന്നെ അതുപോലെ തന്നെ ക്രിയേറ്റീവ് സെല്ലിംഗ് സെയിൽസ് പീപ്പിൾ ഫോളോ ചെയ്യുന്ന സ്റ്റൈലാണ് ന്യൂ ബിസിനസ് സെല്ലിംഗ്. ന്യൂ ബിസിനസ് സെല്ലിംഗ് അല്ലെ. ക്രിയേറ്റീവായിട്ട് പുതിയൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പുതിയൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് മാർക്കറ്റിലൊക്കെ ഇറക്കുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടോ ഒന്നും അറിയില്ല, ഈ ഒരു കസ്റ്റമർക്ക് അറിയില്ല. അപ്പോൾ അത്തരത്തിലൊരു കസ്റ്റമറിനെ കൊണ്ട് ആ ഒരു പ്രൊഡക്റ്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പുതിയ പുതിയ സെല്ലിംഗ് സ്കില്ലുകൾ ഒരു പേഴ്സണൽ സെല്ലർ യൂസ് ചെയ്യേണ്ടി വരും. അതിലൂടെ എന്ത് ചെയ്യാണ്, കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ന്യൂ ബിസിനസ് സെല്ലിംഗ് സ്കിൽ അല്ലെ. ദേ മേക്ക് എഫേർട്ട് ടു ഫൈൻഡ് ആൻഡ് പെർസ്യൂർ ന്യൂ കസ്റ്റമർ ടു സെൽ ദി പ്രൊഡക്റ്റ് അല്ലെ. ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുകയാണെങ്കിൽ പുതിയ കസ്റ്റമറിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ന്യൂ ബിസിനസ് സെല്ലിംഗ് ആക്ടിവിറ്റി അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യേണ്ടി വരും അല്ലെ. ടെക്നിക്കൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ടെക്നിക്കൽ അഡ്വൈസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് കസ്റ്റമറിനെ സപ്പോർട്ട് ചെയ്യുന്ന, കസ്റ്റമറിന്റെ ടെക്നിക്കൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് കൊടുക്കുന്ന ഒരു സെല്ലിംഗ് സ്റ്റൈലാണ് ടെക്നിക്കൽ സർവീസ് സെല്ലിംഗ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ ഒരു സപ്പോർട്ട് സെയിൽസ് പീപ്പിൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് ഈ ഒരു ടെക്നിക്കൽ സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമ്പിൾ സഹിതം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്റർ ഈ ഒരു ആൻസർ നിങ്ങൾ എഴുതണം. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ സെയിൽസ്മാൻഷിപ്പ്. അപ്പോൾ സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു കഴിവാണ് അല്ലേ. അതായത് ഒരു കസ്റ്റമറിനെ കൊണ്ട് ഒരു സാധനം വാങ്ങിപ്പിക്കാൻ എടുക്കുന്ന അറ്റംപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്കിതിൻ്റെ ഒരു ഡെഫിനിഷൻ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അക്കോർഡിംഗ് ടു WG കാർട്ടർ സെയിൽസ്മാൻഷിപ്പിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കൂ. ആൻ അറ്റംപ്റ്റ് ടു ഇൻഡ്യൂസ് പീപ്പിൾ ടു ബൈ ഗുഡ്സ് അല്ലേ. നമ്മൾ എന്താണ്, പീപ്പിൾസിന് അല്ലെങ്കിൽ ജനങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്, ഉത്തേജിപ്പിക്കുകയാണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെയിൽസ്മാൻഷിപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്ന് നോക്കുക. അപ്പൊ എന്താണ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ സെയിൽസ്മാൻഷിപ്പിന്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്, സെയിൽസ്മാൻ്റെ ഡ്യൂട്ടീസ് പറയുന്നുണ്ട്, ഒരു പേഴ്സണൽ സെല്ലിങ്ങിൽ ഒരു സെയിൽസ്മാൻഷിപ്പിനുള്ള സാധ്യതകൾ, അതിന്റെ സ്കോപ്പ് എന്താണെന്ന് പറയുന്നുണ്ട്, ടൈപ്സ് ഓഫ് സെയിൽസ്മാൻഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇമ്പോർട്ടൻസ് ഓഫ് സെയിൽസ്മാൻഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഒരു ക്വാളിറ്റീസ് ഓഫ് സെയിൽസ്മാൻ, ഒരു സെയിൽസ്മാൻ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സെയിൽസ്മാൻ ഒരു കമ്പനിയിൽ ഫോളോ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിയേറ്റീവ് സെയിൽസ്മാൻഷിപ്പും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഡിസ്കസ് വേരിയസ് ടൈപ്പ് ഓഫ് സെയിൽസ്മാൻഷിപ്പ് ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. ഒരു ക്വസ്റ്റ്യൻ തന്നെ 2 പാർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതമാണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിർബന്ധമായിട്ട് 1-2 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കണം അല്ലെ. ഈ ഒരു ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്, ഡിസ്കസ് വേരിയസ് ടൈപ്പ് ഓഫ് സെയിൽസ്മാൻഷിപ്പ്, സെയിൽസ്മാൻഷിപ്പിന്റെ വേരിയസ് ടൈപ്പ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്, അതിന്റെ ഇമ്പോർട്ടൻസും എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കുക എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് സെയിൽസ്മാൻഷിപ്പ്. ഇവിടെ അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ എന്താണ് സെയിൽസ്മാൻഷിപ്പ് എന്ന് എഴുതിയിട്ടായിരിക്കണം ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആൻസറിലേക്ക് വരിക. ഇവിടെ എന്താണ്, ഫസ്റ്റ് നോക്കൂ, ടൈപ്സ് ഓഫ് സെയിൽസ്മാൻഷിപ്പിലെ ഒന്നാമത്തെ കാറ്റഗറിയാണ് ഹോൾസെയിലർ സെയിൽസ്മാൻ. ഹോൾസെയിലർ സെയിൽസ്മാൻ ഇവിടെ എന്താ ചെയ്യുന്നത്, സെയിൽസ്മാൻ എന്ത് ചെയ്യുന്നില്ല, പല കസ്റ്റമറുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ഗുഡ്സ് വിൽക്കുന്നില്ല. പകരം എന്താണ് ചെയ്യുന്നത്, മാർക്കറ്റ്സ് ദി പ്രൊഡക്ട്സ് ഓൺലി ടു ദി ഹോൾസെയിലർ. ഹോൾസെയിലർക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ആ ഗുഡ്സ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ
അത്തരത്തിലുള്ള ഒരു സെയിൽസ്മാൻഷിപ്പിന്റെ ടൈപ്പാണ് എന്ത് ഹോൾസെയിലർ സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യുന്നത് ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുക്കുന്നു, അതുപോലെ തന്നെ അവർ ഹോൾസെയിലർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുന്നു. അതായത് റീറ്റെയിലേഴ്സിന് എത്രമാത്രം ക്രെഡിറ്റിന് സാധനങ്ങൾ കൊടുക്കണം, അതേപോലെ തന്നെ അവരുടെ ഈ ഹോൾസെയിലേഴ്സിന്റെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കുക, പിന്നെ ബില്ല് കളക്ട് ചെയ്യുക, പിന്നെ മാർക്കറ്റ് ഇൻഫർമേഷൻ. നമുക്കറിയാം മാർക്കറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ ഈ എന്താണ് റീറ്റെയിലർ വഴി ഹോൾസെയിലർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കളക്ട് ചെയ്യുക, ഇതൊക്കെയാണ് ഈ ഒരു ഹോൾസെയിലർ സെയിൽസ്മാൻ ചെയ്യുന്നത്. അപ്പൊ അവര് ആ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള സെയിൽസ്മാൻഷിപ്പ് ടു മാർക്കറ്റ് ദി പ്രൊഡക്റ്റ് ഓൺലി ടു ദി ഹോൾസെയിലർ, അല്ലെ? മാർക്കറ്റ് ദി പ്രൊഡക്റ്റ് ഓൺലി ടു ദി ഹോൾസെയിലർ. ഹോൾസെയിലർക്ക് മാത്രമാണ് അവിടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ ഓടൊപ്പം തന്നെ ഹോൾസെയിലർക്ക് വേണ്ട അസിസ്റ്റൻസ് ആൻഡ് ഗൈഡ് ലൈൻസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്ത നോക്കൂ, മാനുഫാക്ചേഴ്സ് സെയിൽസ്മാൻ. മാനുഫാക്ചേഴ്സ് സെയിൽസ്മാനെ നമുക്ക് ഒരു 4 കാറ്റഗറി ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ നോക്കൂ, മിഷനറി സെയിൽസ് പേഴ്സൺ, ടെക്നിക്കൽ സെയിൽസ് പേഴ്സൺ, മെർച്ചൻഡൈസിംഗ് സെയിൽസ്മാൻ, സെയിൽസ് പ്രൊമോഷൻ സെയിൽസ് പേഴ്സൺ. ഇവിടെ നമുക്കറിയാം മിഷനറി സെയിൽസ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? ദീസ് സെയിൽസ് പേഴ്സൺ ഇന്ററാക്ട് വിത്ത് ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഇൻഡിവിജ്വൽസ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ഹോൾസെയിലറിനെയോ അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ പേഴ്സണിനും എന്ത് കൊടുക്കുകയാണ്? ഗൈഡ് ലൈൻസ് കൊടുക്കുന്നു, ആ ഒരു പ്രൊഡക്റ്റിന്റെ ഇൻഫർമേഷൻസ് കൊടുക്കുന്നു, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സെയിൽസ് പേഴ്സൺ ആണ് മിഷനറി സെയിൽസ് പേഴ്സൺ. അടുത്ത നോക്കൂ, ടെക്നിക്കൽ സെയിൽസ് പേഴ്സൺ. ടെക്നിക്കൽ സെയിൽസ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇവിടെ ആരാണ്? നമുക്കറിയാം ഈ ഒരു സെയിൽസ് പേഴ്സൺ ആർ ഹയർഡ് ടു സെൽ ടെക്നിക്കൽ പ്രൊഡക്റ്റ്. ടെക്നിക്കൽ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളൊരു ടൈപ്പ് ഓഫ് സെയിൽസ് പേഴ്സണ് നമ്മൾ എന്ത് ചെയ്യും? റിക്രൂട്ട്മെന്റ് നടത്തും. അവർക്ക് എന്താണ് ഈ ഒരു ടെക്നിക്കൽ വശങ്ങളെ കുറിച്ചിട്ടും ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വളരെയധികം അറിവുള്ളവരായിരിക്കും. അപ്പോൾ ഈ ഒരു കസ്റ്റമറിന് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ടും ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് പ്രോസസ് ചെയ്തുകൊണ്ടൊക്കെ എന്ത് ചെയ്യാണ്? കസ്റ്റമറിനെ സഹായിക്കുന്ന ഒരു കൂട്ടം സെയിൽസ് പീപ്പിൾ ആണ് ആര്? നമ്മുടെ ടെക്നിക്കൽ സെയിൽസ് പേഴ്സൺ. അതുപോലെ തന്നെ മെർച്ചൻഡൈസിങ് സെയിൽസ് പേഴ്സൺ, അല്ലെ? അല്ലെങ്കിൽ മെർച്ചൻഡൈസിങ് സെയിൽസ്മാൻ. ഇവരെന്താണ് ചെയ്യുന്നത്? ഇവർ പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാണ്? റീറ്റെയിലേഴ്സിനെയും അല്ലെങ്കിൽ മറ്റു ഹോൾസെയിലറിനൊക്കെ ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുന്നുണ്ട്, അല്ലേ? എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അറേഞ്ച്മെന്റ് നടത്തേണ്ടത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊമോഷൻ നടത്തേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മെർച്ചൻഡൈസിങ് സെയിൽസ്മാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെയിൽസ് പ്രൊമോഷൻ സെയിൽസ്മാൻ, ഈ ഒരു കാറ്റഗറിയിൽ പെട്ട മാനുഫാക്ചറർ സെയിൽസ്മാൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവരുടെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ മെയിൻ ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കസ്റ്റമറിനെ ആ ഒരു പ്രൊഡക്റ്റ് കൺവിൻസ് ചെയ്യിപ്പിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഡെമോൺസ്ട്രേഷൻ നടത്തുക, പിന്നെ ഒരുപാട് സാമ്പിൾസ് ഓഫർ ചെയ്യുക. അതിലൂടെയൊക്കെ എന്ത് ചെയ്യാണ്? കസ്റ്റമറിനെ കൊണ്ട് ആ ഒരു പ്രൊഡക്റ്റിൽ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് എന്ത്? സെയിൽസ് പ്രൊമോഷൻ സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്ന സബ് ഡിവിഷൻ ആണ് ഈ ഒരു 4 പോയിന്റ്സ്. ഇപ്പോൾ മാനുഫാക്ചർ സെയിൽസ്മാൻ മാനുഫാക്ചററുടെ സെയിൽസ്മാൻ ആണ്, അല്ലെ? മാനുഫാക്ചററുടെ സെയിൽസ്മാൻ ആയിട്ടാണ് ഈ ഒരു കാറ്റഗറി ഓഫ് സെയിൽസ് പേഴ്സൺസ് വരുന്നത്, അല്ലെ? അതായത് മെഷീനറി സെയിൽസ് പേഴ്സൺ ആണെങ്കിലും അതേപോലെ തന്നെ ടെക്നിക്കൽ സെയിൽസ് പേഴ്സൺ ആണെങ്കിലും മെർച്ചൻഡൈസിങ് സെയിൽസ് പേഴ്സൺ ആണെങ്കിലും സെയിൽസ് പ്രൊമോഷൻ സെയിൽസ് പേഴ്സൺ ഒക്കെ ആണെങ്കിൽ എന്താണ്? ഇവർ മാനുഫാക്ചറുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സെയിൽസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു ടൈപ്പ് നോക്കൂ, റീറ്റെയിലർ സെയിൽസ്മാൻ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് വൺ ഹോൾസെയിലർ സെയിൽസ്മാൻ, അതുപോലെ തന്നെ നമ്മൾ മാനുഫാക്ചറർ സെയിൽസ്മാൻ. അടുത്തൊരു കാറ്റഗറിയാണ് റീറ്റെയിലർ സെയിൽസ്മാൻ. ഈ ഒരു റീറ്റെയിലർ സെയിൽസ്മാനെ നമുക്ക് 2 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് വൺ ഇൻഡോർ സെയിൽസ്മാൻ, സെക്കൻഡ് വൺ ഔട്ട്ഡോർ സെയിൽസ്മാൻ. ഇവിടെ ഇൻഡോർ സെയിൽസ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു റീറ്റെയിലർ സെയിൽസ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ റീറ്റെയിലേഴ്സ് ആണ് എന്ത് ഫൈനൽ കൺസ്യൂമറുമായിട്ട് ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ആ ഒരു കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റും പ്രിഫറൻസസും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് എന്ത് റീറ്റെയിലേഴ്സ്. അപ്പോൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ റീറ്റെയിലറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സെയിൽസ് പേഴ്സണെയാണ് നമ്മൾ റീറ്റെയിലർ സെയിൽസ്മാൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു കാറ്റഗറിയെ നമുക്ക് 2 ടൈപ്പായി വിഭജിക്കാം. ഫസ്റ്റ് വൺ ഇൻഡോർ സെയിൽസ്മാൻ. ഇൻഡോർ സെയിൽസ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യാണ്, ഒരു സ്റ്റോറിൻ്റെ ഇൻസൈഡിൽ വർക്ക് ചെയ്യുന്ന സെയിൽസ് പേഴ്സൺസ് ആണ്. അപ്പോൾ ആ ഒരു സ്റ്റോറിൻ്റെ ഉടമ അല്ലെങ്കിൽ സ്റ്റോർ ഓണർ ആയിരിക്കും ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത്? ഷോപ്പേഴ്സിനെ അല്ലെങ്കിൽ അവിടെ പർച്ചേസ് ചെയ്യാൻ വരുന്ന കസ്റ്റമേഴ്സിന് അവരുടെ ഡിസിഷൻസ് എടുക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും, ഇപ്പോൾ അല്ലെങ്കിൽ ഒരു സാമ്പാർ പൗഡറാണ് ഇപ്പോൾ അയാൾ വാങ്ങാൻ വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാമ്പാർ പൗഡർ ഏതാണ്, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സാമ്പാർ പൗഡർ ഏതാണ് എന്ന് അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഇൻസൈഡ് വർക്കറിനോട് നമ്മൾ ഷോപ്പേഴ്സ് ചോദിക്കും, അല്ലെങ്കിൽ കസ്റ്റമർ ചോദിക്കും. അപ്പോൾ അവർക്കുള്ള ഇൻസ്ട്രക്ഷൻസും കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ കേരള കറി സാമ്പാർ പൗഡറാണ് ഇപ്പോൾ നിലവിൽ വളരെയധികം അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പൗഡർ. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് ഇൻഡോർ സെയിൽസ്മാൻ എന്ന് വിളിക്കുക. അപ്പോൾ അവിടെ ഷോപ്പ് ഓണറാണ് അത്തരത്തിലുള്ള ഒരു സെയിൽസ് പേഴ്സണെ ആ ഒരു ഷോപ്പേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കൂ, ഔട്ട്ഡോർ സെയിൽസ്മാൻ. ഔട്ട്ഡോർ സെയിൽസ്മാൻ നമ്മുടെ റീറ്റെയിലർ സെയിൽസ്മാന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ്. നമുക്കറിയാം ഇൻഡോർ സെയിൽസ്മാൻ ആ ഒരു ഷോപ്പിന്റെ അകത്ത് നിന്ന് ഒരു കസ്റ്റമറിനെ അസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഔട്ട്ഡോർ സെയിൽസ്മാൻ എന്താ ചെയ്യുന്നത്, ഷോപ്പിന് പുറത്ത് അല്ലെങ്കിൽ പുറത്തുള്ള കസ്റ്റമറുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടുകയും അതിനുശേഷം അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു അല്ലെ. എന്നിട്ട് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുക്കുന്നു അല്ലെ. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്, ഔട്ട്ഡോർ സെയിൽസ്മാൻ എന്ന് പറയുന്നത്. ഇവിടെ റീറ്റെയിലറിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയി നിന്നുകൊണ്ട് പുറത്തുള്ള കസ്റ്റമറുമായിട്ട് നിരന്തരം ഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയും അവരോട് ആ ഒരു പ്രൊഡക്റ്റ് അവരിൽ നിന്ന് ഓർഡർ എടുക്കുകയും ചെയ്യുന്ന ഒരു ടൈപ്സ് ഓഫ് സെയിൽസ്മാൻ ആണ് ഔട്ട്ഡോർ സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അടുത്ത നോക്കൂ, സ്പെഷ്യാലിറ്റി സെയിൽസ് പേഴ്സൺ. ഇത്തരത്തിലുള്ള സെയിൽസ് പേഴ്സൺ എന്താ ചെയ്യുന്നത്, സ്പെഷ്യൽ ഗുഡ്സുകൾ അഥവാ ഡ്യൂറബിൾ ഗുഡ്സ് ഒക്കെ ലൈക്ക് വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ നമ്മുടെ ഫർണിച്ചേഴ്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസ്, ഇത്തരത്തിലുള്ള വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് എന്ത് ചെയ്യാണ്, വിൽക്കാൻ ഈ ഒരു സ്പെഷ്യാലിറ്റി സെയിൽസ്മാനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവരൊരു മാനുഫാക്ചററിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗുഡ്സ് അവരെ വിൽക്കാൻ ശ്രമിക്കുന്നു. അടുത്ത നോക്കൂ, ഇനി ഈ ഒരു ഭാഗത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ടൈപ്സ് ഓഫ് സെയിൽസ്മാൻഷിപ്പ് പ്ലസ് സിഗ്നിഫിക്കൻസ് ഓഫ് സെയിൽസ്മാൻഷിപ്പ് അല്ലെ. രണ്ട് ക്വസ്റ്റ്യൻ ആണ് ആ ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത് അല്ലെ. അതായത് ഒരു ക്വസ്റ്റ്യന് 5 മാർക്സ് ആൻഡ് നെക്സ്റ്റ് പാർട്ട് ഓഫ് ക്വസ്റ്റ്യന് 5 മാർക്ക്. അപ്പൊ ഇതിലെ സിഗ്നിഫിക്കൻസ് ഓഫ് സെയിൽസ്മാൻഷിപ്പ്, അതായത് നമുക്കറിയാം സെയിൽസ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്, ഒരു കസ്റ്റമറിന്റെ ഗൈഡ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഒക്കെ ആയിട്ട് നിലനിൽക്കുന്ന ഒരു മാനുഫാക്ചറുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് നമ്മൾ സെയിൽസ്മാനെ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു കമ്പനിയിൽ നമ്മളൊരു സെയിൽസ്മാനെ അപ്പോയിന്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സെയിൽസ്മാനെ നമ്മുടെ കമ്പനിയിൽ വെക്കുന്നതിന്റെ കമ്പനിക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. അപ്പോൾ അതാണ് ഈ ഒരു സിഗ്നിഫിക്കൻസ് ഓഫ് സെയിൽസ്മാൻഷിപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കൂ, ഫസ്റ്റ് വൺ നോക്കൂ, ഫ്ലെക്സിബിൾ ടൂൾ. ഫസ്റ്റത്തെ ഒരു പോയിന്റ് ആണ് ഫ്ലെക്സിബിൾ ടൂൾ. അവിടെ എന്താണ് പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം ഒരു അഡ്വർടൈസ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സെയിം മെസ്സേജ് ആണ് നമ്മളൊരു മാസ് ഓഫ് ഓഡിയൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പേഴ്സണൽ സെല്ലിങ്ങില് ഒരു ഓരോ കസ്റ്റമറിന്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചും അല്ലെങ്കിൽ ഓരോ കസ്റ്റമറിന്റെ ബിഹേവിയർ അനുസരിച്ചൊക്കെ ആ ഒരു സെയിൽസ് പേഴ്സന്റെ ഐഡിയാസിലും അല്ലെങ്കിൽ അയാളുടെ കമ്മ്യൂണിക്കേഷനിലും അയാളുടെ പ്രസന്റേഷനിലും ഒക്കെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, അഡ്ജസ്റ്റ്മെന്റ് വരുത്തുന്നുണ്ട്.
നമുക്കറിയാം അഡ്വർടൈസ്മെന്റ് ആണെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് അവിടെ ഇല്ല അല്ലെ. അടുത്ത നോക്കൂ, മിനിമം വേസ്റ്റഡ് എഫേർട്ട്. നമുക്കറിയാം പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമറിനെയാണ് മീറ്റ് ചെയ്യുന്നത്. അതായത് ആ ഒരു പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന, ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ കപ്പാസിറ്റി ഉള്ള ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രോസ്പെക്റ്റീവ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ അല്ലെങ്കിൽ എല്ലാ കസ്റ്റമറിനെയോ അല്ലെങ്കിൽ എല്ലാ ജനങ്ങളെയും ഒന്നും ആരെയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, സെയിൽസ് പേഴ്സൺ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഓൺലി പ്രോസ്പെക്റ്റീവ് കസ്റ്റമറിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, ആക്ച്വൽ സെയിൽസ് അവിടെ നടക്കുമെന്ന് ഉറപ്പുള്ള കുറച്ച് ഓഡിയൻസിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ മാത്രമേ ആര് ചൂസ് ചെയ്യുന്നുള്ളൂ, സെയിൽസ് പേഴ്സൺ ചൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അവിടെ എന്താണ്, മിനിമം വേസ്റ്റഡ് എഫേർട്ട് അല്ലെ, അവിടെ അയാളുടെ എഫേർട്ടുകൾ വേസ്റ്റ് ആവുന്നില്ല അല്ലെ. ഒരു പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകളോട് അല്ലെങ്കിൽ ഒരു കസ്റ്റമറിനോട് നമ്മൾ നിരന്തരം ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇല്ലല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു വേസ്റ്റഡ് ആയിട്ടുള്ള എഫേർട്ട് സെയിൽസ് പേഴ്സണിന്റെ കാര്യത്തിൽ വരുന്നില്ല. അതുപോലെ തന്നെ റിസൾട്ട്സ് ഇൻ ആക്ച്വൽ സെയിൽസ്. നമുക്കറിയാം അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ സെയിൽസ് പേഴ്സണിന്റെ കാര്യത്തിൽ നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസും അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, നമ്മൾ കസ്റ്റമറിലേക്ക് പാസ് ചെയ്യുന്നു. അതിലൂടെ ആ ഒരു കസ്റ്റമറിനെ നമ്മൾ കൺവിൻസ് ചെയ്യുന്നു അല്ലെ. അങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു ആക്ച്വൽ സെയിൽസ് നടത്താനുള്ള എല്ലാ സാധ്യതയും ആര് കൊണ്ടുവരുന്നുണ്ട്, സെയിൽസ്മാൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ പേഴ്സണൽ സെല്ലിംഗ് അല്ലെങ്കിൽ സെയിൽസ്മാൻഷിപ്പ് എന്നുള്ള ഒരു പ്രക്രിയയിൽ ഡിമാൻഡ് ക്രിയേഷൻ എന്നുള്ളതിനപ്പുറം എന്താ വരുന്നത്, അവിടെ ഒരു ആക്ച്വൽ സെയിൽസ് നടക്കാനുള്ള സാധ്യതയാണ് ഈ ഒരു സെയിൽസ്മാൻ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, ഓഫേഴ്സ് ഫീഡ്ബാക്ക്. ഇപ്പൊ നമുക്കറിയാം സെയിൽസ്മാൻ എന്ന് പറയുമ്പോൾ എന്താണ്, കസ്റ്റമറുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്നുണ്ട് അവരെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, ഇപ്പൊ മാർക്കറ്റിൽ ഏത് പ്രൊഡക്റ്റിലാണ് ഡിമാൻഡ്, അല്ലെങ്കിൽ ട്രെൻഡ് ആയിട്ടുള്ള മറ്റു പ്രൊഡക്ട്സുകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ആർക്ക് കിട്ടും, ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പേഴ്സണൽ സെല്ലർക്ക് കിട്ടും. അതുവഴി അവരെന്ത് ചെയ്യും, കമ്പനിയുടെ മറ്റു അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസിനെ ഈ ഒരു ഇൻഫർമേഷൻ അറിയിച്ചുകൊണ്ട് ആ ഒരു പ്രൊഡക്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുള്ള ഹെൽപ്ഫുൾ ഒക്കെ നമ്മുടെ സെയിൽസ്മാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, അഡ്വാൻറ്റേജസ് ടു കസ്റ്റമർ. കസ്റ്റമർക്കും ഇതെന്താണ്, വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം സെയിൽസ്മാൻ എന്ന് പറയുമ്പോൾ കസ്റ്റമറിന്റെ ഗൈഡായിട്ടും ഫ്രണ്ടായിട്ടൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. സോ കസ്റ്റമറിന് എന്തെങ്കിലും പ്രോബ്ലംസോ ആ ഒരു പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനൊക്കെ ആര് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ സെയിൽസ്മാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് സെയിൽസ്മാൻഷിപ്പ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആണ് എന്ന് പറയാൻ കാരണം. ഒരു 5 പോയിന്റ് ഉണ്ട്, ആ ഒരു 5 മാർക്കിനുള്ളത് ഈ ഒരു 5 പോയിന്റ് വിശദീകരിച്ചിട്ട് നിങ്ങൾ ആൻസർ എഴുതാൻ നോക്കുക. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ ഒരു ചാപ്റ്ററിലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡു യു മീൻ ബൈ സെയിൽസ്മാൻഷിപ്പ്? ഡിസ്കസ് ദി റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സെയിൽസ്മാൻ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് സെയിൽസ്മാൻഷിപ്പ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായി, ഇതിന്റെ മീനിങ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിന് അടുത്തൊരു പാർട്ട് നോക്കൂ, ഡിസ്കസ് ദി റോൾ അല്ലെ. എന്താണ് റോൾ ഓഫ് എ സെയിൽസ്മാൻ? ഒരു സെയിൽസ്മാന്റെ റോൾ എന്താ? പ്രധാനമായിട്ടും 3 റോളുകളാണ് ഒരു സെയിൽസ്മാൻ ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ നോക്കൂ, സെയിൽസ് ലീഡ് കൺവേർഷൻ. പറയാം, സെയിൽസ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി ഈസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ കൺസ്യൂമർ നീഡ്സ് ആൻഡ് പ്രൊഡക്ട്സ്. എന്താണ് ഒരു കൺസ്യൂമറിന്റെ ആവശ്യം, അതിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് കൺസ്യൂമറിനെ വിൽക്കുക എന്നുള്ളതാണ് ഈ ഒരു റോളിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സെയിൽസ് ലീഡ് കൺവേർഷൻ എന്നുള്ള ആ ഒരു റോളിൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാർ ഷോറൂമിൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവ്. അപ്പോൾ നമ്മളൊരു കാർ വാങ്ങാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു പ്രോസ്പെക്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ അയാളോട് അല്ലെങ്കിൽ ആ ഒരു പ്രോസ്പെക്ട്സിനോട് സെയിൽസ് പേഴ്സൺ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി സൈസ് എത്രയാണ്, നിങ്ങൾ ഏത് കളറാണ് പ്രിഫർ ചെയ്യണത്, നിങ്ങളുടെ ഡെയിലി റുട്ടീൻ എങ്ങനെയാണത്, ഈ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ നമ്മൾ ചില സമയങ്ങളിൽ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. എന്നിട്ട് അതിൻ്റെ ബേസിൽ അയാൾ ഒരു കാറ് സജസ്റ്റ് ചെയ്യും. നിങ്ങളുടെ ഒരു ഫാമിലി സൈസിനും നിങ്ങളുടെ ആവശ്യത്തിനും അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു കാർ ഇതാണ് എന്നുള്ള രീതിയിൽ അയാൾ സജസ്റ്റ് ചെയ്യും. അപ്പം നിങ്ങളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ എക്സാമ്പിൾ സഹിതം
വ്യക്തമാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു സെയിൽസ് ലീഡ് കൺവേർഷന് നിങ്ങളൊരു എന്താണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആൻഡ് കാർ അല്ലെങ്കിൽ കാർ പർച്ചേസ് ചെയ്യാൻ വന്ന ഒരു വ്യക്തിയുമായിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാം. അപ്പൊ ഇവിടെ സെയിൽസ് ലീഡ് കൺവേർഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താണോ കസ്റ്റമറിന്റെ ആവശ്യം അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ട് അവരെ ആ ഒരു സെയിൽസിലേക്ക് നയിക്കുക. അപ്പൊ ഇവിടെ പ്രൊഡക്റ്റിൻ്റെയും അതുപോലെ തന്നെ കസ്റ്റമറിന്റെ ആവശ്യത്തിൻ്റെയും അതിൻ്റെ ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് സെയിൽസ്മാൻ നിലനിൽക്കുന്നത്. എന്താണ് കസ്റ്റമറിന്റെ ആവശ്യം അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അടുത്തത് നോക്കൂ, ബിസിനസ് ഗ്രോത്ത്. ഇപ്പോൾ ഒരു സെയിൽസ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ആ ഒരു ബിസിനസ്സിന്റെ തുറുപ്പ് ചീട്ട് എന്നൊക്കെ പറയാം. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു സെയിൽസ് പേഴ്സൺ കസ്റ്റമറുമായിട്ട് ബിഹേവ് ചെയ്യണത് അതിൻ്റെ ബേസിലായിരിക്കും ആ ഒരു ബിസിനസ്സിന്റെ ഗ്രോത്തും ആ ഒരു ബിസിനസ്സിന്റെ ഇമേജ് ഒക്കെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ആ ഒരു സെയിൽസ് പേഴ്സൺ കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്തു എന്ന് വിചാരിക്കുക. അയാളുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞു കൊടുത്തുകൊണ്ടും അയാൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ഒക്കെ പാസ് ചെയ്ത് കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ കസ്റ്റമറിന്റെ ഒരു ഗൈഡായിട്ടും ഒരു ഫ്രണ്ടായിട്ടൊക്കെ ഒരു സെയിൽസ്മാൻ നിലകൊള്ളുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും, ഈ ഒരു സെയിൽസ്മാന്റെ പ്രവർത്തനങ്ങളിൽ ആ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അയാൾ അത് എന്ത് ചെയ്യും, അയാളുടെ ഫാമിലിയോടും അയാളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ ഒരു ആ ഒരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യുകയും അവരുടെ ഭാഗത്തു നിന്ന് വളരെ നല്ല രീതിയിലുള്ള ഒരു സ്വീകരണമാണ് കിട്ടിയത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അവരെന്ത് ചെയ്യും, മൗത്ത് പബ്ലിസിറ്റി ഉണ്ടാക്കും അല്ലെ. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യും, ബിസിനസ് വളരും. അതേപോലെ തന്നെ ബിസിനസിന്റെ ഇമേജ് അല്ലെങ്കിൽ ഗുഡ് വിൽ ഒക്കെ എന്ത് ചെയ്യും, ഉയരും. അപ്പൊ അതാണ് ബിസിനസ് ഗ്രോത്ത്. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, കസ്റ്റമർ റീടെൻഷൻ. നമുക്കറിയാം ഒരു സെയിൽസ്മാന്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ സെയിൽസ് മേക്ക് ചെയ്യുക എന്നുള്ളതിനോടൊപ്പം തന്നെ ഒന്നും കൂടെ വേണം, ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ്. അതായത് ഒരു കസ്റ്റമറുമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നിരന്തരം ഒരു പർച്ചേസ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞതിന് ശേഷവും അവരുമായിട്ട് നമ്മൾ നിരന്തരം എന്ത് ചെയ്യണം, ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ആഫ്റ്റർ സെയിൽസ് സർവീസസ് ഒക്കെ നൽകിക്കൊണ്ട് അവരെ ഒരു നിലനിർത്തണം. ആ ഒരു കസ്റ്റമറിനെ എന്ത് ചെയ്യണം, നിലനിർത്തണം. അയാളുടെ അടുത്ത പർച്ചേസും ഈ ഒരു സെയിൽസ്മാന് കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യണം, ആ ഒരു റീടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമറിനെ നിലനിർത്തുക എന്നുള്ളതും ഒരു സെയിൽസ്മാന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന റോൾ ഓഫ് സെയിൽസ്മാൻ എന്നുള്ള ആ ഒരു ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫങ്ഷൻസ് ഓഫ് എ സെയിൽസ്മാൻ. സെയിൽസ്മാന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കൂ, സെല്ലിംഗ് അല്ലെ. സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഒരു ഡ്യൂട്ടിയാണ് എന്ത്, ആദ്യം നമ്മളൊരു പ്രോസ്പെക്ട്സിനെ മീറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അയാളിലേക്ക് പാസ് ചെയ്യുന്നു, ആ ഒരു പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്യുകയും ഡെമോൺസ്ട്രേഷൻ നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യും, ആ പ്രോസ്പെക്ട്സ് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നു. അതാണ് സെല്ലിംഗ്. അടുത്ത നോക്കൂ, ഗൈഡിങ് അല്ലെ. ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതേപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം കസ്റ്റമറിന്റെ നീഡിന് സ്യൂട്ടബിൾ ആണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഗൈഡ് ലൈൻസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സെയിൽസ്മാൻ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ നോക്കൂ, അറ്റൻഡിങ് ദി കംപ്ലൈന്റ് അല്ലെങ്കിൽ അറ്റൻഡിങ് ടു കംപ്ലൈന്റ്. ഇപ്പൊ കസ്റ്റമറിന് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, പരിഹരിച്ചു കൊടുക്കാനുള്ള സംവിധാനം സെയിൽസ്മാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബില്ല് കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ അല്ലെ. നമ്മൾ ക്രെഡിറ്റിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ ക്രെഡിറ്റ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ആര് പാസ് ചെയ്യും? ഈ ഒരു സെയിൽസ് പേഴ്സൺ കസ്റ്റമറിലേക്ക് പാസ് ചെയ്യുന്നു. അതുപോലെ തന്നെ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഡെയിലി വീക്കിലി ഓർ മന്ത്ലി റിപ്പോർട്ട്സ്, ഒരു ഫേമിന്റെ മന്ത്ലി റിപ്പോർട്ട്സ് അല്ലെങ്കിൽ വീക്കിലി റിപ്പോർട്ട്സ് ഒക്കെ സെൻഡ് ചെയ്യുക. അതായത് ഒരു ഫേമിന്റെ ഡെയിലി വീക്കിലി റിപ്പോർട്ടുകളൊക്കെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, അത് ഹയർ അതോറിറ്റിക്ക് സെൻഡ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കോളുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ റിപ്പോർട്ടിംഗ് എന്നുള്ള ഒരു ഡ്യൂട്ടിയിൽ വരുന്നത്. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ നമ്മുടെ ഒരു കമ്പനിയിലെ ടൂർ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അങ്ങനെ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓർഗനൈസ് ചെയ്യുക. അതായത് സെയിൽസ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള കേട്ടോ. അതുപോലെ തന്നെ അറ്റൻഡിങ് സെയിൽസ് മീറ്റിംഗ്സ് അല്ലെ. അതായത് മീറ്റിങ്ങുകളൊക്കെ റെഗുലർ ആയിട്ടും പ്രോപ്പർ ടൈമിലൊക്കെ അറ്റൻഡ് ചെയ്യുക. അതേപോലെ തന്നെ
പ്രൊമോഷൻ ഓഫ് ഗുഡ് വില്ല് അല്ലെ. ഒരു സെയിൽസ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അയാൾ എപ്പോഴും അയാളുടെ ഫേമിന്റെ ഗുഡ് വില്ലിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ ആ ഒരു മാർക്കറ്റിൽ അയാളുടെ ഫേമിനെ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിൽ അയാൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അയാളിൽ നിന്നുണ്ടായിരിക്കണം. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ആൻഡ് ട്രെയിനിങ്, അതായത് ഒരു ന്യൂ സെയിൽസ് പേഴ്സൺ ഒരു കമ്പനിയിലേക്ക് വരികയാണെങ്കിൽ ആൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളും അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ ഒക്കെ ചെയ്യേണ്ടതും ഈ ഒരു സെയിൽസ് മാനേജർ അല്ലെങ്കിൽ സെയിൽസ്മാൻ ആയിരിക്കും. അതുപോലെ തന്നെ വർക്കിംഗ് വിത്ത് മിഡിൽമെന്നിനെ സഹായിക്കുന്നത്, അതായത് ഒരു മിഡിൽമെൻ ആയിട്ട് ആര് നിലകൊള്ളുന്നു, ഒരു നമ്മുടെ സെയിൽസ്മാൻ നിലകൊള്ളുന്നത്. അതായത് മീൻസ് മിഡിൽമെൻ ആയിട്ട് നിലകൊള്ളുക എന്ന് പറയുമ്പോൾ മിഡിൽമെൻ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്, നമ്മുടെ ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് അല്ലെ. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ടും അവരിൽ നിന്നും മാർക്കറ്റിംഗ് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ഓഫ് സെയിൽസ്മാൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ ഇതിനൊരു 5 മാർക്കാണ് വരുന്നത്. ഒരു 10 പോയിന്റോളം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു ഒറ്റവാക്കിൽ എഴുതിയിട്ട് നിങ്ങൾ ആ ഒരു ആൻസറിനെ വ്യക്തമാക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന മെയിനായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റോൾ ആൻഡ് സെയിൽസ്മാൻ, അതുപോലെ തന്നെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ഓഫ് സെയിൽസ് പേഴ്സൺ.